വണ്ടി പോരട്ടെ, റിവേഴ്സ് പോരട്ടെ. കറക്റ്റ് ആയിട്ട് എടുക്കണം. അവന്റെ വീടിനകത്തോട്ടൊന്നും ഇടിച്ചുകൊണ്ട് കേട്ടല്ലേ എന്റെ സുരേഷേ. പയ്യെ വാടാ, പതുക്കെ വാ. അത് തന്നെ കറക്റ്റ്. അവിടെ നിർത്തിക്കോ സുരേഷേ. രമേഷേ കറക്റ്റ് ആയിട്ടാണോ പാർക്ക് ചെയ്തേക്കണത്? ഇടിച്ചിട്ടൊന്നുമില്ലല്ലോ അല്ലേ? അവിടെ ഒരു ബൈക്ക് നിപ്പുണ്ട്, നീ കണ്ടായിരുന്നു അത്? എടാ സുരേഷേ, നീ കറക്റ്റ് ആയിട്ട് അഡ്രസ് ഒക്കെ നോക്കിയായിരുന്ന? ഈ അഡ്രസ്സിൽ തന്നെയല്ലേ ഈ ടേബിൾ നമ്മുടെ അടുത്ത് ഡെലിവറി ചെയ്യാൻ വേണ്ടി പറഞ്ഞത്? എനിക്ക് തോന്നണത് തന്നെയാണെന്നാണ്. നമുക്ക് എന്തായാലും ചെന്നിട്ട് വിളിച്ചു നോക്കാം. ഹലോ സാർ, ഹലോ സാർ, ആരില്ല ഇവിടെ? നിനക്ക് ഈ വിളിച്ചു പറയണ സമയം ഉണ്ടെങ്കിൽ നിനക്ക് പോയി നോക്കിയാ പ്രവേശിച്ചാൻ. എല്ലായിടത്തും ഞാൻ തന്നെ ചെല്ലണമെന്ന് പറഞ്ഞത് എന്താ പരിപാടി? ഇത് ആരാണ്? ഇതെന്താ ഏട്ടാ? ഗുഡ് മോർണിംഗ് സാർ. ഞങ്ങൾ ഇവിടെ അടുത്ത ഫർണിച്ചർ ഷോപ്പിൽ നിന്ന് വരുവാണ്. നിങ്ങളാണോ കഴിഞ്ഞ ദിവസം ഒരു ടേബിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്? ഞങ്ങളത് ഡെലിവറി ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു സാർ. ടേബിൾ ഇപ്പൊ ഞാൻ ഓർക്കുന്നുടാ ഷിൻചാൻ. ഇത് വേറെ ഒന്നുമല്ലടാ, നമ്മൾ അന്ന് വാങ്ങിച്ച ടേബിൾ അവർ ഇപ്പഴാ കൊണ്ടുവന്നത്. സുരേഷ്, സോ കൺഫേംഡ്. ഇത് തന്നെ നമ്മുടെ കസ്റ്റമർ. നമുക്ക് നാളെ ഇറക്കി വെച്ചാലോ സാർ? എവിടെയാണ് വെക്കേണ്ടതെന്ന് കൂടെ ഒന്ന് പറഞ്ഞു തരാമോ? ഹോളിലേക്ക് വെച്ചാൽ മതി, കുഴപ്പമില്ല. വാ. ഓക്കെ സാർ, എന്നാ ഡോർ ഓപ്പൺ ആക്കിയിട്ടുള്ളൂ. സുരേഷ് വരൂ, നമുക്ക് ടേബിൾ പിടിച്ച് അകത്തേക്ക് ഇടാം. ഓക്കെ സാർ, ഞങ്ങളിതാ പിടിച്ച് അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. സാറിന് ഇനി വേണമെങ്കിൽ അങ്ങോട്ടും മാറ്റിയിട്ടാൽ മതി. അപ്പൊ ഞങ്ങളുടെ സർവീസ് കഴിഞ്ഞു, ഞങ്ങൾ പൊക്കോട്ടെ സാർ. നിങ്ങൾ പോയിക്കോ, കുഴപ്പമില്ല. ഇത് നല്ല അടിപൊളി ടേബിൾ ആട്ടോ. ടേബിൾ കൊള്ളാം, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ സെലക്ട് ചെയ്ത് ആ സാധനം തന്നെ നിങ്ങൾ കൊണ്ട് തരുകയും ചെയ്തു. ഓക്കെ സാർ, ഞങ്ങൾ പയ്യെ മൂവ് ചെയ്യുവാണ്. ഞങ്ങൾക്ക് ഇനി ഒരുപാട് ഡെലിവറികൾ ചെയ്യാറുണ്ട്. സുരേഷ്, വാ നമുക്ക് പോകാം. കമോൺ, ലെറ്റ്സ് ഗോ. എന്തൊരു വലിയ മാൻഷൻ ആണ് ഇത്. നീ വന്നട സുരേഷേ, നമുക്ക് നന്നായിട്ട് പണിയെടുക്കണം. വർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു വീടൊക്കെ നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. വാ. Many hours later. നല്ല ചൂടെടുക്കണം. കരണ്ടും പോയല്ല. ഇതെന്താ ഈ സമയത്ത് ഒരു കരണ്ട് പോക്ക്? സംഭവിക്കില്ല. എന്തൊരു സൗണ്ട് കേട്ടോണ്ടിരിക്കണത്? അയ്യോ, അതെന്ത് സൗണ്ടായി കേട്ടോണ്ടിരിക്കണത്? ഇത് ഏതോ ഒരുത്ത കിടന്ന് കരയണ പോലെ ഉണ്ടല്ലോടാ. എടാ ഷിൻചാനെ എണീക്കണം. എടാ ഷിൻചാനെ. ഈ ഷിൻചാനൊക്കെ കട്ടില് കണ്ട ശവമാണ്. ഞാൻ എണീറ്റ് നോക്കട്ടെ, ഇതെന്താണ് ഈ ഒച്ച? ഈ ഒച്ച നമ്മുടെ വീടിന്റെ പൊക്കത്തുനിന്നുള്ള കേക്കണത്. ഇതേതവനാണ് ഇത്? എടാ ഷിൻചാനെ, ഒന്ന് എണീക്കണം ഷിൻചാനെ. നീ എന്തോ എണീക്കണം ഷിൻചാനെ, നീ ഇത് കേക്കണത്? എടാ ഷിൻചാനെ, നീ കേൾക്കേണ്ട ഒരു സൗണ്ട് ഇതേ കേക്കണ്ട. അതെ, നീ ശ്രദ്ധിച്ചു നോക്കി. നീ ഇപ്പഴല്ലേ കേട്ടത്? ഞാൻ കുറച്ചു നേരോട്ട് കേട്ടോണ്ടിരിക്കണേ. നമ്മുടെ വീടിന്റെ പൊക്കത്താണ് ഷിൻചാനെ കേൾക്കണത്. നീ എന്റെ പുറകെ വന്നേ, നമുക്ക് പോയി നോക്കാം എന്താണെന്ന്. പണ്ടാര ഈ സമയത്താണെങ്കിൽ കറക്റ്റ് ആയിട്ട് കരണ്ടും പോയി. എടാ സൗണ്ട് നിക്കണല്ലോടാ ഷിൻചാനെ. എന്ത് സാധനോടാ അത്? അയ്യോ, പതുങ്ങിപ്പോവാ. വന്നേ. എടാ ഷിൻചാനെ, നീ എന്റെ പുറകെ തന്നെ വേണോട്ടാ. അവിടെ ചെന്നിട്ട് വല്ല പേടിപ്പിക്കണ സാധനമൊക്കെ ആണെങ്കിൽ നീ ഇറങ്ങി ഓടിക്കളയരുത്. നിന്റെ സ്വഭാവം എനിക്ക് അറിയാവുന്നോണ്ടാ ഞാൻ പറയണത്. എന്റെ പുറകെ വാടാ ഷിൻചാനെ. എന്താ നിക്കണോ നമ്മുടെ ടേബിളിനടുത്ത്? എടാ ഇതെന്ത് കോലോട്? ഇതെന്ത് സാധനോട് ഇത്? അയ്യോ, എക്സ്ക്യൂസ് മീ, നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങളെ ആരും വിളിച്ചിട്ടില്ല. നിങ്ങൾ ആരാണ്? നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണത് കാണാനായിട്ട്? ഞാനാണ് എന്ന് വെച്ചാ എന്താണെന്ന് മനസ്സിലായില്ല. ചോദിക്കണോടൊന്നും വിചാരിക്കരുത്. കുഴപ്പമില്ല, ഞാനാണ് ടും സഹൂർ. നിങ്ങൾ വാങ്ങിച്ച ഈ ടേബിൾ ഇത് എന്റെ മകന്റെ ശരീരം കൊണ്ടുണ്ടാക്കിയതാണ്. മകന്റെ ശരീരോടെ ഷിൻചാൻ ഇങ്ങനെ എന്തൊക്കെയാ പറയണത്? അതെ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ മരത്തിലുണ്ടാവുന്ന ഒരു പ്രത്യേക തരം ജീവിയാണ്. എന്റെ മകനെ അവർ വെട്ടിത്തുണ്ടമാക്കിയിട്ടാണ് ഈ ടേബിൾ ഉണ്ടാക്കിയേക്കുന്നത്. അല്ല, ഈ ടേബിൾ ഉണ്ടാക്കിക്കണം മരം കൊണ്ടല്ലേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. എന്റെ മകനാണ് ഈ കിടക്കുന്ന മരം. ഈ മരം അവർ ഞാൻ പറഞ്ഞിട്ട് മുറിച്ച് എന്റെ കുടുംബം മുഴുവനും അവർ നശിപ്പിച്ചു. എനിക്ക് നിങ്ങളുടെ അടുത്ത് എന്റെ കഥ പറയാൻ താല്പര്യമുണ്ട്.
എന്റെ കഥ നിങ്ങൾ കേൾക്കണം. ഇതായിരുന്നു ഞങ്ങളുടെ കാട്. ഇവിടെ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒപ്പം കുട്ടികളുമായി വളരെ സന്തോഷിച്ച് ജീവിക്കുകയായിരുന്നു. ഇവിടെ ഞങ്ങൾക്കൊന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല. വെള്ളത്തിന് വെള്ളം, മനോഹരമായ കാടുകൾ, അതിന്റെ ഇടയിൽ മരങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെയാണ് ജീവിച്ചിരുന്നത്. സമയങ്ങളിൽ ഞങ്ങൾ പതുങ്ങിയും പുറത്തോട്ടും വന്ന് ഞങ്ങൾ ഒളിച്ചിരിക്കുമായിരുന്നു. എത്ര സന്തോഷമായിട്ടായിരുന്നെന്നറിയോ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒപ്പം താമസിച്ചിരുന്നത്. ഞങ്ങളുടെ കുട്ടികളുടെയും ഞങ്ങളുടെയും ജീവിതം മുഴുവൻ ഞങ്ങൾ നല്ലോണം ആഘോഷിച്ച് സന്തോഷിച്ച് ഉല്ലസിച്ചു വരുന്ന സമയത്തായിരുന്നു എല്ലാ സന്തോഷങ്ങളും എന്നേക്കുമായി തീരാൻ പോവുകയായിരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങൾക്ക് ആർക്കും ഞങ്ങളുടെ കാട് വിട്ടു പുറത്തു പോകാനായിട്ടുള്ള ഒരു ചിന്ത പോലുമില്ലായിരുന്നു. കാരണം ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ സ്വർഗം. അങ്ങനെ നിക്കേലെ ഒരു ദിവസം ഞങ്ങളെല്ലാവരും വിശ്രമിക്കുന്ന സമയം. ഇനി നിങ്ങൾ തന്നെ പറയൂ, ഞാൻ എന്താണ് അവരെ ചെയ്യേണ്ടതെന്ന്. എനിക്ക് നിങ്ങളുടെ കഥ കേട്ടപ്പോ തന്നെ വല്ലാണ്ട് വിഷമമായി. നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ കാടും എല്ലാം അവർ നശിപ്പിച്ചില്ലേ? അതെ, എനിക്ക് അവരോടുള്ള പ്രതികാരം എത്ര തീർത്താലും തീരാത്തതാണ്. അവരൊക്കെ വലിയ വലിയ മനുഷ്യരാണ്. എനിക്ക് അവരോട് പ്രതികാരം തീർക്കണമെങ്കിൽ എനിക്കൊരു മനുഷ്യന്റെ സഹായം ആവശ്യമാണ്. നിങ്ങൾ ഒരു നല്ല മനുഷ്യനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ നിങ്ങൾ സഹായിക്കില്ലേ? പറയൂ. നിങ്ങളെ ഞാൻ ഉറപ്പായിട്ട് സഹായിക്കും. ആദ്യം നിങ്ങളെ കണ്ടപ്പോ എനിക്ക് നല്ല ഭയം തോന്നി. പക്ഷെ എനിക്കിപ്പോ നിങ്ങളോട് പേടിയൊന്നും തോന്നുന്നില്ല. നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോളൂ. നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. നാളെ തന്നെ നമുക്ക് അവരെ കണ്ടുപിടിച്ചിട്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രതികാരം അത് നമ്മൾ ഒരുമിച്ച് ചെയ്യും. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ. എനിക്ക് നിങ്ങളോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. നിങ്ങൾ വളരെ വളരെ നല്ലൊരു മനുഷ്യനാണ്. നിങ്ങൾ എന്തായാലും പോയി കിടന്ന് ഇപ്പൊ ഉറങ്ങിക്കോളൂ. നാളെ രാവിലെ ഞാൻ ഈ ടേബിൾ വാങ്ങിച്ചത് എവിടെ നിന്നുള്ള കാര്യമൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആരാണ് ഇത് ചെയ്തെന്നുള്ള കാര്യം നമുക്ക് കണ്ടുപിടിക്കാം. ശരി, ഞാൻ എന്റെ മകന്റെ അടുത്ത് പോയി വിശ്രമിക്കട്ടെ. എത്രയും പെട്ടെന്ന് എന്റെ മോനെ കൊന്നവനെ എനിക്ക് കണ്ടുപിടിക്കണം. ഫ്രാങ്ക്ലിൻ ഭായ്, പുള്ളിന്റെ അതിനകത്തോട്ട് അലിഞ്ഞു പോയി. ഷിൻജാനെ വാടാ, നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം. ഇനി നമ്മൾ ഇവിടെ നിന്ന് രാവിലെ നമ്മൾ എണീക്കൂല. നമുക്ക് കുറെ കാര്യങ്ങൾ നാളെ രാവിലെ ചെയ്തു തീർക്കാനുള്ളതാണ്. വാടാ ഷിൻജാനെ, വാ. ഫ്രാങ്ക്ലിൻ ഭായ് എണീക്ക്. വാ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. രാവിലെ വാ. ഓ സോറി ഷിൻജാനെ, കുറച്ചു നേരം കൂടുതൽ ഉറങ്ങിപ്പോയി. എടാ ഷിൻജാനെ, ഇന്നലത്തെ കാര്യങ്ങൾ വല്ലതും ഓർക്കണ്ട നീ? നമുക്ക് നമ്മുടെ ടുണ്ടും സൗറും സഹായിക്കണ്ടേ? ഫ്രാങ്ക്ലിൻ ഭായ്, അതിനു വേണ്ടിയിട്ട് നമുക്ക് എത്ര വേഗം പോയിട്ട് നമ്മുടെ ടേബിൾ വാങ്ങിച്ച ആ കട കണ്ടുപിടിക്കണം. ആ കട കണ്ടുപിടിച്ചിട്ട് ആ തന്നവന്മാരോട് ചോദിച്ച് ഇത് എവിടെ നിന്നാണ് കൊണ്ടുവന്നതെന്ന് അറിയണം. അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. വാടാ ഷിൻജാനെ, സമയങ്ങളല്ല, വാ പോവാ. നമുക്ക് ഈ പൊക്കത്തേന്ന് സഹൂർ എണീറ്റാൻ നോക്കാം. വാടാ. ഞങ്ങൾ ആ ടേബിൾ ഇന്നലെ വാങ്ങിച്ച ആൾക്കാരെ തപ്പിതേ പോവാൻ വേണ്ടി പോവാണ്. അവരെ തപ്പിക്കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് ഇതിന് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടും. എന്നാൽ വേഗം തന്നെ നിങ്ങൾ പോയിട്ട് കണ്ടുപിടിച്ചിട്ട് വരും. ഓക്കെ, വാഷിംജാനെ വാ, ഫോളോ മീ മാൻ. നമുക്ക് പോയി കണ്ടുപിടിച്ചിട്ട് വരാടാ. ഏത് ഭാഗത്തേക്ക് പോകണമെന്നറിയില്ല. അവരെ തന്നെ കണ്ടുപിടിക്കണം. ആ നേരത്തെ വന്ന ഡെലിവറിക്കാര് അവരാണ് ഇതിന്റെ ആളെന്ന് എനിക്ക് തോന്നണത്. നമുക്ക് ചെന്ന് ചോദിച്ചു നോക്കാം. ഷിൻജാനെ വാ, കന്ന് കയറാൻ വേണ്ടിയില്ലേ?
ഷിൻജാനെ ഈ ഭാഗത്ത് എവിടെയായിരുന്നടാ ഞാൻ ആ ടേബിൾ മേടിച്ച കട? നീ ഒന്ന് ശരിക്കും ശ്രദ്ധിച്ച് നോക്കിക്കോ. ഫ്രാങ്ക്ലിൻ ഭായ് കട കണ്ട് വണ്ടി നിർത്തിക്കോ ഇത് തന്നെ സ്ഥലം. അതേടാ അത് തന്നെ ഇവരെ ഇന്നലെ നമ്മുടെ വീട്ടിൽ വന്നത്. ഞാൻ ചെന്ന് ചോദിച്ചു നോക്കട്ടെ ഇത് എവിടെ നിന്നാണ് എന്താണ് സംഭവം എന്നുള്ളത്. ഹലോ ചേട്ടാ, എന്നെ ഓർമ്മയുണ്ടോ? ഇന്നലെ നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലൊരു ടേബിൾ തരാൻ വേണ്ടി വന്നായിരുന്നു, ഓർമ്മയുണ്ടോ ചേട്ടാ? പിന്നെ ഓർമ്മയില്ലാണ്ട്. മോനെ എന്താണ് എന്ത് പറ്റിയാണ്? ടേബിളിലാണ് പ്രശ്നമുണ്ടോ? ഇല്ല ചേട്ടാ, ടേബിളിന് കുഴപ്പമൊന്നുമില്ല, അടിപൊളി ടേബിളായിരുന്നു. അതൊന്നുമല്ല, ഞങ്ങൾക്ക് കുറെ അധികം ടേബിളുകൾ ഇനി ഇതേപോലത്തെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ എവിടെ നിന്നാണ് വാങ്ങിക്കണേന്ന് അറിയാനായിട്ടായിരുന്നു. കാരണം ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ, അവിടുത്തെ നമ്പർ ഉണ്ടാവുമല്ലോ, വഴിയുണ്ട് ചേട്ടാ. പിന്നെന്താ, അതിന്റെ നമ്പർ തരാലോ. നമ്മുടെ മുതലാളിയല്ലേ, നമ്മുടെ മുതലാളി ഒരു പാവം മനുഷ്യനാണ് മോനെ. ഞാൻ നിനക്ക് നമ്പർ നീ കുറിച്ചെടുത്തോ കേട്ടോ. നമ്പർ വേണ്ട ചേട്ടാ, നമ്പർ കുഴപ്പമില്ല. എനിക്ക് ആ സ്ഥലം ഒന്ന് പറഞ്ഞാൽ മതി, അവിടുത്തെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മതി എവിടെയാണെന്നുള്ളത്. ലൊക്കേഷൻ വരുന്നത് ലോസ് ആൻഡോസിന്റെ ഏറ്റവും അറ്റത്തൊരു സ്ഥലത്താണ് മോനെ. നിനക്ക് ഞാൻ നിന്റെ നമ്പറിലേക്ക് ആ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്, നീ അത് നോക്കി പോയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക്സ് ചേട്ടാ. അപ്പൊ എല്ലാം പറഞ്ഞല്ലേ, ശരി ബൈ. ഷിൻജാനെ ലൊക്കേഷൻ കിട്ടിയടാ, നമുക്ക് ഇവിടുന്ന് വേഗം നമുക്ക് വീട്ടിൽ പോയിട്ട് ടും സൗഹൃദമായിട്ട് നമുക്ക് പോയി ഈ റിവെഞ്ച് വേഗം കംപ്ലീറ്റ് ആണ്. ഷിൻജാനെ വാടാ. അങ്ങനെ നമ്മുടെ വീടെത്തി. നമ്മുടെ സഹോറിനോട് ചെന്ന് പറയാം, തിരക്കി ചെന്നിടിച്ച് വണ്ടി ഇടിച്ച് എന്റെ പൊന്നെ വാട ഇറങ്ങണ ഷിൻജാനെ, വാ. സഹോറിന് ഇതറിയുമ്പോഴേക്കും വലിയ സന്തോഷമാവും. അവന്റെ പ്രതികാരം തീർക്കാനായിട്ട് അവൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇന്ന് തന്നെ നടക്കുമെന്നുള്ളത്. നമുക്ക് ആളെ കിട്ടി. എവിടെയാണെന്ന് അവന്റെ ലൊക്കേഷൻ കിട്ടി. എന്താണ് പറഞ്ഞത്? ലൊക്കേഷൻ കിട്ടിയെന്നോ? ആഹാ, അപ്പൊ നമുക്ക് അവരുടെ അടുത്തേക്ക് ഇപ്പൊ തന്നെ പോവാമല്ലോ. എന്റെ മകന് വേണ്ടിയിട്ടുള്ള പ്രതികാരം തീർക്കാനായിട്ടുള്ള സമയമായിരിക്കുന്നു. നമുക്ക് എത്ര പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് പോകാം. വാ. അതെ, നമുക്ക് ഇനി ഒട്ടും സമയം കളയാനില്ല. നമുക്ക് എത്രയും വേഗം പോയിട്ട് അവനോടുള്ള പ്രതികാരം തീർക്കണം. എനിക്ക് നിങ്ങളുടെ കഥകൾ കേട്ടിട്ട് എനിക്കും വല്ലാണ്ട് സങ്കടമായിട്ടിരിക്കണേ. വാ ഷിൻജാനെ, അവിടെ തന്നെ നിക്കല്ലേ, പെട്ടെന്ന് വാടാ. നിങ്ങൾ രണ്ടും ഇവിടെ തന്നെ നിൽക്ക്. നമുക്ക് എന്തായാലും ഒരു യുദ്ധത്തിന്റെ ആവശ്യം വരും. ഞാൻ പോയി എന്റെ ഗണ്ണൊക്കെ എടുത്തിട്ട് വരട്ടെ. അപ്പൊ എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഗണ്ണും എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടും ടൈം കളയാനില്ല. ആ ലൊക്കേഷനിലേക്ക് കുറച്ചധികം നേരത്തെ ഡ്രൈവ് ഉണ്ട്. നമുക്ക് എന്നാലും കുഴപ്പമില്ല, ഞാൻ വേഗം ചവിട്ടി സ്പീഡിലെത്തിക്കാം. നിങ്ങളെല്ലാരും പിടിച്ചിരുന്നോ? ഓക്കെ. അങ്ങനെ നമ്മൾ ഫോണിൽ നോക്കിയാൽ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെ തന്നെയാണെന്നാണ്. കാരണം ഇതേതോ കാടിലേക്ക് പോകുന്ന വഴികളുമാണ്. മാത്രമല്ല അതേ സൈഡിലൊക്കെ ഫുള്ള് മരമൊക്കെ വെട്ടിയിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ആ പുള്ളി പറഞ്ഞ സാധനം ഇത് തന്നെയാണ്. നമുക്ക് വേഗം അകത്തേക്ക് പോകാം. എനിക്ക് അവനോട് പ്രതികാരം ചെയ്യണം. അവിടെ എന്തോ വലിയ ഫാക്ടറി പോലെയൊക്കെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ വന്നേക്കണ കറക്റ്റ് ലൊക്കേഷനാന്ന് തോന്നുന്നത്. അതെ, അപ്പൊ എല്ലാരും സൂക്ഷിച്ചു കണ്ടു വീണിറങ്ങാനായിട്ട്. വാ നമുക്ക് തുടങ്ങാം. ഞാൻ ഗണ്ണൊക്കെ എടുത്ത് സെറ്റ് ആവട്ടെ. വാ, അപ്പൊ നമുക്ക് കയറി ഇനി അറ്റാക്ക് ചെയ്യണതിന് മുന്നായിട്ട് നമ്മൾ ഈ പരിസരം ഫുള്ള് വാച്ച് ചെയ്യണം. അപ്പൊ എല്ലാരും എന്റെ പുറകിൽ നിന്ന് മാറരുത്, പതുക്കെ വരണം. ഇവിടെ ഇപ്പൊ ആരെയും കാണാനില്ല. രാവിലെ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും വേണ്ട ജോലി ചെയ്യണ ആൾക്കാരൊന്നും എത്തിയിട്ടില്ലെന്ന് എനിക്ക് തോന്നണത്. ഇവിടെ ഒന്നും ആരുമില്ല, ഇവിടെ ഒന്നും ആരില്ല. നിങ്ങൾ എന്റെ പുറകെ തന്നെ പോരി, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ ഷിൻജാനെ, നീ ഇന്ത്യയിൽ തോക്കണ്ടല്ല, പിന്നെ നീ ഇതിനെ പിടിക്കണത്. നീ വന്നേ വാ, നമുക്ക് അപ്പുറത്ത് പോയി നോക്കാം. ഇവിടെ ഒരു സ്റ്റെപ്പ് ആണ്, നമുക്ക് ആ സ്റ്റെപ്പ് കയറി പൊക്കത്തേറി നോക്കാം. അതാ അവിടെ ഒരു ഡോറും ഉണ്ട്. നമുക്ക് അകത്തോട്ട് കയറാനുള്ള വഴിയാന്ന് തോന്നുന്നു, നോക്കട്ടെ. ഓ നോ, ഇത് ലോക്ക്ഡ് ആണ്. ആരും കേറണ്ട. അവിടെ തന്നെ നിന്നോ. ഇത് ലോക്ക്ഡ് ആയിട്ട് കിടക്കുവാണ്. നമുക്ക് അപ്പുറ സൈഡിൽ വേറെ ഡോർ ഉണ്ടാ നോക്കാം. വാ ഷിൻജാനെ പുറകെ വാടാ. പൊക്കത്തേക്ക് ഒരു സാധനം, ഒരു സ്റ്റെയർ പോലെ എന്തുകൊണ്ട്. വന്നേ നിങ്ങൾ പുറകെ വാ, നമുക്ക് ഒരുമിച്ച് കയറി നോക്കാം. കമോൺ ഗൈസ്, കയറി നോക്കാം. വാ. നമുക്ക് ഈ വഴി ഒരു വഴി കാണുന്നുണ്ട്, അങ്ങോട്ട് കയറി നോക്കാം. എല്ലാരും സൂക്ഷിച്ചു കയറണം. ഇവിടുത്തെ മരമൊക്കെ കുറെ മുറിച്ചിട്ട് അതിന്റെ കുറെ പീസുകളും വേസ്റ്റുകളും ഒക്കെ ഉണ്ട്. കയറി വാ എല്ലാരും. വാ. നോക്കൂ, എന്റെ ആൾക്കാർ അവിടെ നിൽക്കുന്നു. ഒച്ചണ്ടാക്കല്ലേ, ഇവിടെ ഒളിച്ചേക്ക്. അയാളുടെ അവിടെ നിപ്പുണ്ട്. ആ ആളുടെ അടുത്താണ് ഗണ്ണുള്ളത്. ആ ഗണ്ണുള്ള ആളെ നമ്മളെ ഷൂട്ട് ചെയ്യും. ഷിൻജാനെ ഒളിച്ചേക്ക്. അയാളിതാ ഞങ്ങളുടെ ആൾക്കാരെ ഒന്നും കൊന്നിട്ടില്ല. കുറച്ചുപേരെ മാത്രമാണ് അവർ മരമാക്കി എടുത്തത്. ഞാൻ ദാ ഇറങ്ങി പോകാൻ പോവുകയാണ്. ഇല്ല നിക്ക് പോലെ കേറി വാ. ഇല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചെന്നതിന് ഉറപ്പായിട്ടും നമ്മൾ അയാളെ എല്ലാരും വെടിവെച്ചു കൊല്ലും. നമ്മൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യണം. നമ്മൾ ബുദ്ധിപൂർവ്വം കളിക്കണം. നമുക്ക് താഴെ ഇറങ്ങാം. ഈ ഗ്യാപ്പിൽ താഴെ നമ്മളെ കണ്ട് എല്ലാരും ഓടിക്കോ.
നമ്മൾ അങ്ങനെ അയാളെ കൊന്നു. നമ്മൾ രക്ഷപ്പെട്ട്. നിങ്ങളുടെ ആൾക്കാരെല്ലാരും അങ്ങോട്ട് ഓടിയിട്ടുണ്ട്. നീ അവിടെ ചെന്ന് നോക്ക് അവരെവിടെയാണെന്ന്. വേഗം ചെല്ല്. അവര് പേടിച്ച് വേറെ അങ്ങോട്ടെങ്കിലും ഓടിക്കളയും. വേഗം ചെല്ല്, വേഗം ചെല്ല്. ഇതൊഴിവാ. അതാ എന്റെ പൊക്കത്തോട് വാ, എന്റെ പൊക്കത്തോട് ചാടി വാ. എല്ലാരും വാ. ദാ അവരെല്ലാരും അവിടെ നിപ്പുണ്ട്. വരൂ എന്റെ കൂടെ. ഓ, ഈ തിരക്കിന്റെ ഇടയിൽ നമ്മുടെ ഷിൻജാനെ കാണാനല്ല. ഷിൻജാനെ എവിടെ പോയിന്നറിയില്ലല്ലോ ഇപ്പൊ. ഇനി നിങ്ങൾ ഞങ്ങളെ രക്ഷപ്പെടുത്തി. നിങ്ങളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ ആദ്യം പോയി നിങ്ങളുടെ ആൾക്കാരെ കണ്ടുപിടിക്കുക. അവർ അപ്പർ സൈഡിൽ എവിടെ നിപ്പുണ്ടെന്ന് തോന്നുന്നു. എല്ലാരും കൂടെ പേടിച്ചു വിറച്ച് ഏതോ മൂലക്ക് നിപ്പുണ്ട്. വാ. അതാ നിൽക്കുന്ന നിങ്ങളുടെ ആൾക്കാർ. കണ്ടുപിടിച്ചാ. വാ. മക്കളെ, നിങ്ങളെല്ലാരും ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാരെയോ അവർ കൊന്നു എന്നാണ് ഞാൻ ഓർത്തത്. ഈ ചേട്ടനാണ് നമുക്ക് നിങ്ങളെ കണ്ടുപിടിക്കാനായിട്ട് സഹായിച്ചത്. ഞങ്ങളെല്ലാരും ഓർത്തിരുന്നത് എല്ലാ മനുഷ്യരും ഒരുപോലെയാണെന്നാണ്. പക്ഷെ അല്ല, നിങ്ങളെ പോലെയുള്ള നല്ല മനുഷ്യരുമുണ്ട് ഈ ലോകത്ത്. ഞങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട്. ഇപ്പോ നിങ്ങളെല്ലാവരും സമാധാനമായിട്ടിരുന്നാ മതി. അത് മാത്രം ഞങ്ങൾക്ക് മതി. ഞങ്ങൾ ഇനി എന്തായാലും ഈ കാടുകളിലൊന്നും നിൽക്കാൻ വേണ്ടി പോകുന്നില്ല. ദൂരെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഞങ്ങൾ പോകുകയാണ്. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും പിരിയാം. ഇനി നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ചൊക്കെ കാണാം. അപ്പൊ നിങ്ങളെല്ലാരെയും രക്ഷിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാനും എന്റെ ഷിൻജാനും ഞങ്ങൾ പോകുന്നു. നിങ്ങളും വേഗം ഈ സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് പോയിക്കോ. കാരണം ഇവിടെ ആൾക്കാർ ഇനി പെട്ടെന്ന് വരാൻ തുടങ്ങും. അപ്പോ ഇനിയും നിങ്ങളെ പിടിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോ നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കൂ. ബൈ. വാണ ഷിൻജാനെ, നമുക്ക് പോകടാ.